ഹലോ ഗായ്സ്, അപ്പൊ നമ്മളെ മുത്തക്കന്റെ മംഗല്യാണ്, കല്യാണം എന്തായാലും വെഡിങ് ആണ്. അപ്പൊ നമുക്ക് വെഡിങ്ങിന് പോയിട്ട് അത് കണ്ടിട്ട് വരാം. ഹലോ ഗായ്സ്, അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളെ കല്യാണത്തിന്റെ ഫൈനൽ ഡേ ആണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ്. യെസ്, റിസപ്ഷൻ. ഇപ്പൊ സമയം 6 മണി കഴിഞ്ഞിട്ടോ. അപ്പൊ നമ്മള് ഹോളിലേക്ക് പോവാൻ നിൽക്കാണ്. ഇനി ഹോളിലെത്തിയിട്ട് നമ്മൾ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് റിഹൻ്റെ ഔട്ട്ഫിറ്റ്. യെസ്, ഇതാണ് ഫാമിദൻ്റെ ഔട്ട്ഫിറ്റ്, ബ്ലാക്ക്. നിൻ്റെ ഔട്ട്ഫിറ്റ് അനുസരിച്ച് ഇതാണ് നാജിയുടെ ഔട്ട്ഫിറ്റ്. കുറേ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാണുന്നവർ കേട്ടോ. അല്ല تزوج بامرأة فقد أعرض ثلثين فليتق الله في الثلث. تنكح المرأة لأربع خصال: لمالها ولجمالها به والأرحام. إن الله كان عليكم رجالا كثيرا ونساء واتقوا الله الذي أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة. ഗൈസ്, നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. അങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തിയ സമയത്ത് നമ്മളെക്കാളും മുന്നേ വന്നവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റ് വന്നത് നമ്മൾ കഴിഞ്ഞു. അങ്ങനെ നമ്മളെന്താ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റേജിലേക്ക് പോവാൻ വിചാരിച്ച് അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ വിളമ്പി എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആ ഒരു ദിവസത്തേക്ക് നമ്മളെ മെഹന്തി നല്ല സ്റ്റെയിൻ വന്നിട്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓർഗാനിക്കിന്റെ ആ ഒരു കളർ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റേജിലേക്ക് പോയപ്പം അവിടെ ഫോട്ടോഷൂട്ടിലായിരുന്നു കേട്ടോ ബ്രൈഡ്. സ്റ്റോറി അങ്ങനെ അതിന് ശേഷം നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഇത് അപ്പം എല്ലാവരും സ്റ്റേജിലൊക്കെ കയറിയിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ സ്റ്റേജിൽ കയറി ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ആ ഒരു സമയത്ത് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളേനു. അപ്പം അങ്ങനെ നമ്മളിതാ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗായ്സ്, ഇവിടെ നമ്മള് ഒന്നും കൂടി ഇപ്പം അതിൻ്റെ ചെലവ് ഒന്നുകൂടി വേറെ ആരും വരണ്ട, വരണ്ടില്ലേ ഏത് നേരത്തേക്ക് ഇങ്ങോട്ട് ഐസ് തന്നെ. അവസ്ഥയൊക്കെ നമ്മളിപ്പോ മുടിപ്പിക്കും. ഇപ്പൊ അതിനോട് ഇത് മാത്രം, പിന്നെ പിന്നെ കാണുമ്പോ കൂടും. തൽക്കാലത്തിന് നമ്മൾ ഇതൊന്നും ഒതുക്കിയ ലാസ്റ്റ് നമ്മൾ ഐസ്ക്രീം വാങ്ങിപ്പിച്ച് പുതിയതായിട്ട് ഇതാ നമ്മളെ ഹോള്. എന്റെ ഐസ്ക്രീം ഇതാ ഗൈസ്. കുട്ടികളെ കാണാക്കാൻ വേണ്ടിട്ട് ഇവിടെ നിന്ന് തിന്നാണ്. ഒരു കണ്ട പിന്നെ ഐസ്ക്രീം എന്താ ഗൈസ്. റിഫത്താ തന്നെ ഫുള്ളും പോയിട്ടോ. ഗൈസ്, കുട്ടികളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഐസ്ക്രീം ഒക്കെ തിന്നപ്പോൾ മേക്കപ്പ് ഒക്കെ പോയതിനെ കൊണ്ട് പിന്നെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ജസ്റ്റ് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് എല്ലാവരും ഒന്ന് മേക്കപ്പ് ചെയ്യണം. പറഞ്ഞു ആദ്യം ഒരു ചൊറിച്ചിലാണ്.
നമ്മൾ ചെക്കനടുത്തേക്ക് പോവാട്ടോ ഗൈസ്. ഹാപ്പി മാരീഡ് ലൈഫ്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്ത ഹാപ്പി മാരീഡ് ലൈഫ്. പിന്നാണെന്നുണ്ടെങ്കിൽ അമ്മക്കാണെങ്കിൽ വേറെ ഒരു പണിയില്ലേനു. കുറേ പുറത്ത് ചുറ്റി കളിക്കും, പിന്നെ ഔത്ത് ചുറ്റി കളിക്കും, പിന്നെ ഫുഡ് കോർട്ട് പോയി കുറേ നേരം നിൽക്കും, പിന്നെ കുറേ ഫോട്ടോസ് എടുക്കും. പിന്നെ ഇതന്നെ റിപ്പീറ്റ് നമ്മൾ പോയത് മുതൽ വരണത് വരെ ഇതന്നെ നമ്മളെ കഥ. പിന്നെ കുറച്ച് നേരം സ്റ്റേജിന്മേൽ പോയി നിൽക്കും. പിന്നെ അതിൻ്റെ അവിടെ തന്നെ ഒരു ഡ്രസ്സിങ് റൂം ഉണ്ട്, അവിടെ പോയി ലിപ്സ്റ്റിക്കും മേക്കപ്പൊക്കെ ഇടും. പിന്നെയും വരും കുറച്ച് നേരം ആ സോഫമ്മേലിരിക്കും. പിന്നെ സ്റ്റേജിന്മേൽ പോകും, പിന്നെയും പുറത്ത് പോകും. ഇത് തന്നെയാണ് നമ്മളൊരു റുട്ടീന്. അതിന് ശേഷം നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ. പിന്നെ നമ്മൾ കുറച്ച് നേരം അമ്മമാരുടെ അടുത്ത് പോയിരിക്കും, പിന്നെ ഐസ്ക്രീം തിന്നും. പിന്നെ അവിടെ കുറച്ച് നേരം മക്കളുണ്ടെങ്കിൽ ഓലെ കളിപ്പിച്ച് കഴിപ്പിക്കും. പിന്നെ സ്റ്റേജിന്മേൽ കയറി ഫോട്ടോ എടുക്കും. ഇതൊക്കെയാണ് നമ്മളൊരു കല്യാണത്തിൻ്റെ എക്സ്പീരിയൻസ്. പക്ഷെ നേരെ മറിച്ച് ബോയ്സിന് നല്ല ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ആണെങ്കിൽ നമ്മൾ ഓഡിറ്റോറിയത്തിൽ വേഗം എത്തുകയും ചെയ്തിക്കണ്, ലാസ്റ്റാണ് പോകുന്നത്. അപ്പം നമ്മളെത്തിയ സമയത്ത് ഒഴിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളൊക്കെ തന്നെ ഉള്ളേനു. പിന്നെ നമ്മൾ സ്റ്റേജിൻ്റെ മുകളിൽ കയറിയിട്ട് പ്യൂട്ടിൻ്റെ അടുത്ത് പോയിട്ട് പരിചയപ്പെട്ട് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് അതിനുശേഷം പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. നമ്മളെ ഫോണിൽ ഫോട്ടോസൊക്കെ എടുത്ത് മനസ്സിലായതാ ക്യാമറ റന വീഡിയോ എടുക്കണ്ട കേട്ടോ യൂട്യൂബിടെ. അകത്തിരുന്ന് ബോറടിച്ചപ്പോൾ നമ്മൾ പുറത്തേക്ക് പോയി. പുറത്ത് പോയപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ വിഷ്വൽസൊക്കെ എടുത്ത് പിന്നെ പുറത്തിരുന്ന് ബോറടിച്ചപ്പോൾ പിന്നെ അകത്തേക്ക് തന്നെ വന്ന് അവിടെ ഇരുന്ന പിന്നെ നമ്മൾ ബ്രൈഡിനും ഗ്രൂമിനൊക്കെ നോക്കി. അതിനുശേഷം നമ്മൾ പിന്നെ പുറത്തേക്ക് പോയി വെറുതെ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം രാത്രി അതിനെക്കൊണ്ട് തന്നെ നല്ല ലേറ്റ് നമ്മൾ അത്യാവശ്യം നല്ലോണം തന്നെ ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ ആണെങ്കിൽ കല്യാണത്തിൻ്റെ ക്ഷീണം ആ പ്യൂട്ടിനും പിയാപ്പിളിനേക്കാളും കൂടുതൽ അമ്മക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതിനെക്കൊണ്ട് തന്നെ ഓരോരുത്തർക്ക് സൗണ്ടൊന്നുമില്ല. എനിക്കൊന്നും പ്രത്യേകിച്ച് തീരെ സൗണ്ട് ഇല്ലേനു. അപ്പോൾ ഉള്ള സൗണ്ടിനെ കൊണ്ടൊക്കെയാണ് വോയിസ് കൊടുക്കണത്. പിന്നെ നമ്മൾ വലിയ സ്റ്റേജിൽ കയറി മെയിൻ ആവാം, നമ്മൾ മെയിൻ പരിപാടി. അതിൻ്റെ മുകളിൽ കയറി കുറച്ച് ഡോഗ് ഷോ ഒക്കെ ഇട്ട് നമ്മൾ പിന്നെയും പുറത്തേക്കൊക്കെ ഇറങ്ങി. കല്യാണം കഴിഞ്ഞ് ഹോൾ ഒഴിഞ്ഞെടുക്കാനുള്ള ടൈം ആയിക്കണേ. അപ്പം നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ അവിടെ ഫൈനലി 7 പിടിക്കുകയാണ് എല്ലാവരും. ആർക്കൊടുക്കല ആയോ ഇതാണ് നമ്മളുടെ 7 Up. അതിൻ്റെ വെള്ളം വാവ്. എന്താ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഓഡിറ്റോറിയം നമ്മളെ വീടിൻ്റെ അടുത്തതിനെ കൊണ്ട് നമ്മൾ കുറച്ച് ഏറ്റവും ലാസ്റ്റാണ് നമ്മളൊക്കെ പോയത്. അപ്പോൾ നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടോക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ കല്യാണം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് കേട്ടോ നമ്മൾ ബ്രൈഡ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു, മന്തി ഉണ്ടായിരുന്നു, തൈര് അച്ചാറും ഒക്കെ അടിപൊളി നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ അമ്മക്കാണെങ്കിൽ 2 ദിവസം ഈ തുള്ളീൻ്റെ ഒക്കെ ക്ഷീണം നല്ലോണം ഉണ്ടായിരുന്നു.
അങ്ങനെ നമ്മളെല്ലാവരും ക്ഷീണിച്ചിട്ട് ആ ഒരു തിങ്കളാഴ്ച സ്കൂൾക്കൊന്നും പോയിട്ടില്ല. പിന്നാണെങ്കിൽ കുറേ കാലത്തിന് ശേഷം ഒരു കല്യാണം കൂടിയതിൻ്റെ ആ ഒരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അറിയാം. യെസ്, അപ്പോൾ നമ്മൾ എന്താ പറയുക, അടിപൊളി കല്യാണം. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഫ്രഷ് ആയതിനു ശേഷം കുറേ നേരം ഉറങ്ങാണ്ട് കല്യാണത്തിനെ കുറിച്ച് കുറേ ഉള്ള കഥകളും കുറേ തള്ളും ഒക്കെ പറഞ്ഞിരിക്കണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.